Mapak, your perfect packaging partner. Tali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chaco Gold and Diamonds അങ്കമാലി. തിരുവമ്പാടി സെക്ഷൻ ഓഫീസ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് KSEB ജീവനക്കാർ KSEB അങ്കമാലി ഡിവിഷന് കീഴിലെ ഓഫീസുകളിൽ പ്രതിഷേധം നടത്തി. നേതാവാണെന്നുള്ള ഒരു അഹങ്കാരത്തിന്റെയൊക്കെ പിന്തുണത്തിൽ വൈദ്യുതി ചാർജ് അടയ്ക്കാൻ തയ്യാറാകാതിരിക്കുകയും ഈ പറയുന്ന റിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി KSEB ജീവനക്കാരെ ആക്രമിക്കുകയും ചെയ്തതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കമെന്ന് പറയുന്നത്. ആക്രമണത്തിന് ഇരയായ KSEBയുടെ ജീവനക്കാർ പ്രത്യേകിച്ച് അയാളോട് അവിടെ വെച്ച് പ്രതിഷേധമൊന്നും പ്രകടിപ്പിക്കാതെ തിരിച്ച് ഓഫീസിൽ വരികയും അസിസ്റ്റന്റ് എഞ്ചിനീയറോട് തങ്ങൾ ആക്രമണത്തിന് ഇരയായി എന്നൊരു കാര്യം അവതരിപ്പിക്കുകയും ചെയ്യുന്നതിനെ തുടർന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോലീസിൽ പരാതി കൊടുക്കുകയാണ് ഉണ്ടായത്. പോലീസിൽ പരാതി കൊടുത്തു എന്നുള്ളൊരു വൈരാഗ്യബുദ്ധിയിൽ തൻ്റെ വീട്ടിലുണ്ടായിരുന്ന മാലിന്യങ്ങളെല്ലാം തന്നെ പ്രഷർ കുക്കറിലാക്കി രാവിലെ പ്രഭാത മീറ്റിംഗ് സൺറൈസ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കെ ഒരുത്തനെ ന്യായീകരിക്കാൻ വേണ്ടി 1.5 മണിക്കൂർ പ്രൈം ടൈമിൽ കേരളത്തിലെ ഒട്ടുമിക്കവാറും എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ചേർന്ന് ചർച്ചകൾ നടത്തുന്നു. KSEB എന്ന് പറയുന്ന സ്ഥാപനത്തെ അവമതിക്കാൻ വേണ്ടിയിട്ട് ചർച്ചകൾ നടത്തുന്നു. ഒരു പ്രൈം ടൈമിലാണ് ഒരു ക്രിമിനലിനെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് ഈ തോന്നിവാസം മുഴുവൻ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം, മഴയോ വെയിലോ മഞ്ഞോ കോവിഡോ പോലുള്ള എന്ത് ഘട്ടങ്ങളുണ്ടായാലും എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായാലും ഒരു അവശ്യ സർവീസ് എന്നുള്ള രീതിയിൽ KSEBക്ക് അതിൽ നിന്ന് ഒന്നിൽ നിന്നും ഒഴിവില്ല. രാത്രിയോ പകലോ ഏത് സമയത്താണെങ്കിലും നമ്മൾ ജോലിക്ക് ബാധ്യസ്ഥരാണ് വരുവാനായിട്ട്. ഒരു ശരാശരി സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജോലി സമയം രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ തീരുമ്പോൾ ഒരു KSEB ജീവനക്കാരന്റെ സമയം തുടങ്ങുന്നത് വ്യവസ്ഥാപിതമായി രാവിലെ 8 മണിക്കാണ്. അത് തീരുന്നത് പീക്ക് ഡ്യൂട്ടി ഉൾപ്പെടെ രാത്രി 8 മണിക്കാണ്. അവർ പല ആളുകളും രാത്രി വീട്ടിൽ പോകുന്നത് 9 മണിക്കും 10 മണിക്കുമാണ്. നാച്ചുറൽ കലാമിറ്റിയുള്ള ദിവസങ്ങളിൽ പലപ്പോഴും വീട്ടിൽ പോലും പോകാതെ ഓഫീസിൽ നിന്ന് തന്നെ കുളിച്ച ഡ്രസ്സ് മാറി ബാത്റൂമിൽ പോയി ജോലിക്ക് ഹാജരാകുന്നവരുണ്ട്. ഓണമോ സംക്രാന്തിയോ വിഷുവോ ക്രിസ്മസോ ഈസ്റ്റർ വന്നാൽ പോലും നമുക്കാർക്കും അതിൽ നിന്ന് ഒഴിവില്ല. ഈ കഴിഞ്ഞ വർഷത്തെ ഈസ്റ്ററിന് 1-ാം തീയതി ഞായറാഴ്ച ഏപ്രിൽ 1-ാം തീയതി ഞായറാഴ്ച റീഡിംഗ് എടുത്ത് പോസ്റ്റ് ചെയ്യണമെന്ന് KSEB ഉത്തരവിട്ടപ്പോൾ ഇവിടുത്തെ സബ് എഞ്ചിനീയർമാരും AEയും മീറ്റർ റീഡർമാരും അടക്കമുള്ളവർ 1-ാം തീയതി ഈസ്റ്ററിന്റെ ദിവസത്തിൽ പോലും ജോലിക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവശ്യ സർവീസാണെന്നുള്ള എല്ലാ കെട്ടുപാടുകളും നിലനിൽക്കെ തന്നെ വൈദ്യുതി എന്ന് പറയുന്ന അത്യന്തം അപകടകരമായിട്ടുള്ള കമ്മോഡിറ്റിയെ കൈകാര്യം ചെയ്ത് ജനങ്ങൾക്ക് വൈദ്യുതി എത്തിക്കുന്നു എന്നുള്ള വലിയ ഒരു സേവന സന്നദ്ധതയോടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ സമൂഹത്തിലെ ഒരു കൂട്ടം ക്രിമിനലുകൾ ചേർന്ന് ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യുകയും അതിനെ അപലപിക്കാതെ അവമതിക്കാതെ അത് മുഴുവൻ എന്തോ വലിയ ധീരപ്രകടനമാണെന്ന് കാണിച്ചുകൊണ്ട് ഇവന്മാരൊക്കെ കൂടി ചെയ്തു കൂട്ടുന്നത് യഥാർത്ഥത്തിൽ പൊതുജന ദ്രോഹമാണെന്ന് വേണം പറയാനായിട്ട്. കേരളത്തിൽ ഈ ക്രിമിനൽ വൽക്കരണം നടത്തിയ ആ വ്യക്തിയോടോ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ മാത്രമല്ല നമ്മുടെ പ്രതിഷേധം എന്നുള്ളത് അതിനെ വെള്ളപൂശാൻ വേണ്ടി അവർക്ക് വേണ്ടി സംസാരിക്കാൻ വന്നിട്ടുള്ള മാധ്യമ വേശികൾ എന്ന് പറയേണ്ട ആളുകളെ പറ്റിയിട്ട് കൂടിയാണ്. കാലടി സെക്ഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഹരിപ്രസാദ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU ഡിവിഷൻ സെക്രട്ടറി ലെബിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. അങ്കമാലി സെക്ഷനിൽ ഷിജു KT അധ്യക്ഷത വഹിച്ചു. MV സുരേഷ്, ജിനു TU, ബിനു CB, KS ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധം